കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello all. So welcome to IGNOU മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MMPC 003. MMPC 003 ബിസിനസ് എൻവിറോൺമെന്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നമ്മളിപ്പം നടക്കുന്ന ഡിസംബർ TE 2025 എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡാണ് നിങ്ങൾക്ക് ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിൽ എല്ലാ ബ്ലോക്സും കവർ ചെയ്ത്, അതായത് എല്ലാ ബ്ലോക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ നമുക്ക് ആൻസറിങ് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം, അതേപോലെ മാർക്കിന്റെ വെയിറ്റേജ്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ടു യൂണിറ്റ് വൈസും ബ്ലോക്ക് വൈസ് ഒക്കെ നമുക്ക് ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അതേപോലെ എക്സാം പാറ്റേൺ അനാലിസിസ്, നമുക്ക് ഏതൊക്കെ ഫോർമാറ്റിൽ ഏതൊക്കെ പാറ്റേണിലാണ് എക്സാംസ് വരുന്നത്, അതേപോലെ അതൊക്കെ ആ ആൻസേഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ, നമ്മൾ ഈ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് വെച്ചിട്ട് നമ്മളൊരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷൻ എന്ന രീതിയിൽ നമ്മളൊരു പ്രയോറിറ്റി ബേസിസിൽ ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. അതേപോലെ മോക്കായിട്ടുള്ള ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിൽ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മോഡൽ ആൻസേഴ്സ്, മാർക്കിംഗ് സ്കീം, എങ്ങനെ നമ്മൾ മാർക്കിംഗ് സ്കീമും അതേപോലെ ഒരു ആൻസർ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ മെയിൻലി നമ്മൾ MMPC 003 TE എക്സാമിന്റെ ഡിഫറെന്റ്, അതായത് ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ അതായത് ഒഫീഷ്യൽ സിലബസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഗൈഡ്, അതായത് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തും നോക്കാനും അതേപോലെ നല്ല രീതിയിൽ ആ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാനും ഈ ഒരു അനാലിസിസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മളിപ്പം അപ്പിയറൻസ് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് നമ്മൾ പ്രയോറിറ്റി പറയുന്നത് ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഹൈ പ്രയോറിറ്റി എന്ന രീതിയിൽ പറയുന്നത്. മീഡിയം ആണെങ്കിൽ ഒരു 5 to 9 ആണ് അതിന്റെ റേഞ്ച് വരുന്നത്. ആൻഡ് ബിലോ 5 ആണെങ്കിൽ നമ്മളത് ലോ പ്രയോറിറ്റി എന്ന കേസസിലാണ് കൊടുക്കുക. സോ ഇത് നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ബേസിക്സ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ലോ പ്രയോറിറ്റി ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 1 ബിസിനസ് ആൻഡ് എൻവിറോൺമെന്റ് എന്നുള്ളത് മീഡിയം പ്രയോറിറ്റി, ഒരു 5 പ്രാവശ്യമൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 2 ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുണ്ട്. ലോ പ്രയോറിറ്റി വരുന്ന അതായത് അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. പിന്നെ യൂണിറ്റ് 2 നാഷണൽ ഇൻകം, അതും ലോ ആണ്. അതേപോലെ യൂണിറ്റ് 3 ഗവൺമെന്റ് ഫ്രെയിംവർക്ക് ഫോർ പ്രൊമോട്ടിംഗ് ബിസിനസ്, അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് ലോ ആയിട്ടാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 3 തന്നെ ലീഗൽ എൻവിറോൺമെന്റ്, അതായത് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്, ലോ റിലവൻറ്റ് ആണ്. പിന്നെ യൂണിറ്റ് 3 സോഷ്യൽ എൻവിറോൺമെന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4 ബിസിനസ് എത്തിക്സ്, അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വീണ്ടും യൂണിറ്റ് 4 CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത് 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം ചോദിച്ചിട്ടുണ്ട്, അതും ലോ റിലവൻറ്റിലാണ് വരുന്നത്. ഇനി ബ്ലോക്ക് ബിയിലേക്ക് മൂവ് ചെയ്ത സമയത്ത് യൂണിറ്റ് 5 ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ലോ പ്രയോറിറ്റി ആയിട്ട് മണി മാർക്കറ്റ് 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഇതെല്ലാം ലോ റിലവൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. ഈ യൂണിറ്റ് 6 പോകുന്ന സമയത്ത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ യൂണിറ്റ് 6 സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ പോളിസീസ്, ഓരോ ഇൻഡസ്ട്രിയൽ പോളിസീസ് സ്പെസിഫിക് ആയിട്ട് ഓരോ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഒക്കെ സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. യൂണിറ്റ് 7 എവല്യൂഷൻ ഓഫ് ഫാം പോളിസീസ് ഇൻ ഇന്ത്യ, അതും 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്.
പിന്നെ ബ്ലോക്ക് 3ലേക്ക് പോകുമ്പോൾ യൂണിറ്റ് 8 ന്യൂ ഇക്കണോമിക് പോളിസി 1991 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 9 റിഫോംസ് ഇൻ ഫിനാൻഷ്യൽ സെക്ടർ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 9 ടാക്സ് റിഫോം 1991 കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4ലേക്ക് പോകുമ്പോൾ യൂണിറ്റ് 10 IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ കുറിച്ചും ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 13 ട്രേഡ് ഫിനാൻസിങ്ങും ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിൽ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ബ്ലോക്കും വൈ ആക്സിസിലും ടോട്ടൽ മാപ്പിഡ് ക്വസ്റ്റ്യൻ ഓരോ ബ്ലോക്കിനുള്ള മാപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിന് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അതായത് ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് കൂടുതലായിട്ട് ചോദിക്കുന്നത് ബ്ലോക്ക് 2 നിന്നാണ്. പിന്നെ ബ്ലോക്ക് 4 പിന്നെ ബ്ലോക്ക് 3 ആ ഒരു ഓർഡറിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ചോദിച്ചിട്ടുള്ളത്. സോ ഇതൊരു ബ്ലോക്ക് വൈസ് ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് ബ്ലോക്ക് 1 നമുക്ക് ദാറ്റ് ഇസ് നമുക്കിപ്പം എല്ലാ രീതിയിലും നമുക്കിപ്പം യൂണിറ്റ് 1ലും 2ലും 3ലും 4ലും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 5, 6, 7 ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിലും മെയിൻലി നമുക്ക് യൂണിറ്റ് 8, 9 എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 11 യൂണിറ്റ് 11ലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 13, 14 നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ അതിൽ ടോപ്പ് 3 ആയിട്ട് പറയുന്നത് നമ്മൾ ഹൈ ഈൽഡ് അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ് യൂണിറ്റ് 1 വരുന്നതാണ്. അപ്പോൾ അതിന് ഡെഫിനിഷൻസും സ്കോപ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ മണി മാർക്കറ്റ് യൂണിറ്റ് 5 വരുന്നതാണ്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ്, അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. പിന്നെ CSR ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി യൂണിറ്റ് 4 വരുന്നത്. അപ്പോൾ എന്താണ് CSR, അതിന്റെ ഡ്രൈവേഴ്സ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇനീഷ്യേറ്റീവ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു CSR എഴുതാം. പിന്നെ വാച്ച് ലിസ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് BOP കോമ്പോണൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ്. അത് യൂണിറ്റ് 11 വരുന്നതാണ്. അതേപോലെ IMFന്റെ ഫംഗ്ഷൻസും പോളിസീസും യൂണിറ്റ് 10 വരുന്നുണ്ട്. ഇതെല്ലാം ഒരു മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ലോങ് എസ്സേ ഉണ്ടാവും. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒരൊറ്റ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോംപ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു 350 to 450 വേർഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. 3 ഹെഡിങ് അതേപോലെ സബ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഉണ്ടാവും. അതേപോലെ എക്സാമ്പിൾസ് കോട്ട് ചെയ്യാം. 20 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റ്യന്. പിന്നെ ഡെഫിനിഷൻ ഓറിയന്റഡ് എസ്സേ ആണ്. അതിന് നമ്മൾ ഡെഫിനിഷനും അതിന്റെ ടൈപ്സ്, എഫക്ട്സ്, കോമ്പോണൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. 20 മാർക്ക് തന്നെയാണ്. 300 to 400 വേർഡ്സ് നമ്മൾ എഴുതണം. ആൻഡ് ഇതിൽ പ്രിസൈസ് ആയിട്ട് ഡെഫിനേഷൻസ് കൊടുക്കുക, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ബ്രീഫ് ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഷോർട്ട് നോട്ട് ആണ്. അതിൽ നമ്മൾ ഇപ്പം ABCD എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് 3-4 കൺസെപ്റ്റ് തരും. അതിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് എഴുതാനാണ്. യൂഷ്വലി നമുക്കൊരു 4 എണ്ണമാണ് എഴുതാൻ വരിക 5 മാർക്കിന്റെ. അങ്ങനെ 20 മാർക്സ് ആണ് വരുന്നത്. പക്ഷേ ഇപ്പം 2025 10 മാർക്കിന് 2 എണ്ണമായിട്ട് അത് ചോദിക്കാറുണ്ട്. അപ്പം 20 മാർക്സ് ഇട്ട് അങ്ങനെ വരാറുണ്ട്. അപ്പൊ 80 to 120 വേർഡ്സ് ഒക്കെ ആയിരിക്കണം നമ്മളൊരു 5 മാർക്കിന്റെ അതിൽ നമ്മൾ എഴുതേണ്ടത്. പിന്നെ 2 പാർട്ട് എസ്സേ ആണ്. അതിൽ നമുക്കിപ്പം 20 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ A, B ആയിട്ട് 2 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. 2 സബ് ക്വസ്റ്റ്യൻ പോലെ. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ട് നമ്മൾ 150 to 220 വേർഡ്സിലായിരിക്കണം എഴുതേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്ക് ഈ പറഞ്ഞ തന്നെയാണ്. അതായത് ലോങ് എസ്സേ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം അതിന്റെ ഹെഡിങ് അതേപോലെ അതിൽ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും. 20 മാർക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓറിയന്റഡ് എസ്സേ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസ് എഴുതുക, ടൈപ്സ് അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇൻഫ്ലേഷനെ കുറിച്ച്, ഇപ്പൊ ഇൻഫ്ലേഷൻ എന്താണ്, അതിന്റെ ടൈപ്സ്, കോമ്പോണൻസ്, അതിന്റെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ എഴുതാൻ ഡെഫിനിഷൻ ഓറിയന്റഡ് എസ്സേ എന്ന രീതിയിൽ പറയുന്നത്. 20 മാർക്ക് തന്നെയാണ്. 300 to 400 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഷോർട്ട് നോട്ട് ആണ്. ഇതിൽ 4 സ്മോൾ കൺസെപ്റ്റ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 6-7 കൺസെപ്റ്റുകൾ അതിൽ തരും. അല്ലെങ്കിൽ ഒരു 6-7 കൺസെപ്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് ആൻസർ 4 എന്ന രീതിയിലായിരിക്കും വരിക. നമ്മളൊരു അത്യാവശ്യം കുറച്ചൊരു 3-4 സെന്റൻസിൽ അതിന്റെ മെയിൻ കാര്യങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ അങ്ങനെയൊക്കെ കോട്ട് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം ഒരു 80 to 120 വേർഡ്സിലായിരിക്കണം നമ്മളത് ഓരോ പാർട്ടും എഴുതേണ്ടത്. പിന്നെ 2 പാർട്ട് എസ്സേ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ 2 ഡിവൈഡ് ചെയ്തിട്ട് AB എന്ന പാർട്ടായിട്ട് 2 ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ രണ്ടും 10 മാർക്സിന് ആ രീതിയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരും. അപ്പൊ അതിലും സബ് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്.
സോ ഇതിൽ നമുക്ക് ഏകദേശം ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ബ്ലോക്ക് 1-ൽ നിന്ന് നമുക്ക് 46 ആണ് ആവറേജ് മാർക്ക് നമ്മൾ വരുന്നത്. അതായത് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 29.49% ബ്ലോക്ക് 1 എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 37 ആണ്. ഒരു 23.72 ടോട്ടൽ ഷെയർ ആണ് അവിടെ വരുന്നത്. പിന്നെ ബ്ലോക്ക് 3ലേക്ക് പോകുമ്പോൾ 22 ആണ് ആവറേജ് മാർക്ക്, 14.1 ആണ് അതിന്റെ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 4ലേക്ക് പോകുമ്പോൾ 51 ആണ് ആവറേജ് മാർക്ക്. ഇത് ലാസ്റ്റ് ഇപ്പം കഴിഞ്ഞിട്ടുള്ള 5 സെഷൻസ് ആണ് നമ്മൾ എടുത്തതിന്റെ ബേസിസിലാണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടോട്ടൽ ബ്ലോക്ക് 4 ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32.69% ആണ് വരുന്നത്. ആൻഡ് ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ, നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നമുക്കിതിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് ഓരോ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ബേസിസിലാണ് ആ ഒരു നമ്മുടെ ലൈൻ ചാർട്ട് പോകുന്നത്. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മളിപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ ഓറിയന്റഡ് എസ്സേ എന്നൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ നോക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ ഓറിയന്റഡ് എസ്സേസിന്റെ ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ കുറച്ച് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2 പാർട്ട് എസ്സേസ് കുറച്ച് അതായത് ഒരു ജൂൺ 2022 ശേഷം കുറച്ച് ഫേസ് ഔട്ട് ആയ രീതിയിലാണ്. പിന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ മെയിൻലി നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ഈ പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 3 hours ആണ് എക്സാം, 100 മാർക്സിന്റെ എക്സാം ആണ്. സോ എപ്പോഴും നമ്മൾ ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ഈ 100 മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം എഴുതാനുണ്ട്. അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്കാണ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നല്ലോണം എഴുതി ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ നമ്മൾ 1 പേജോ 2 പേജോ എഴുതിയാലും നമുക്കത് അത്ര ഒരു ഇതായി കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റിനും ഈക്വൽ മാർക്ക് ആയതുകൊണ്ട് ഓരോ ക്വസ്റ്റിനും ഈക്വലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈക്വൽ ടൈം കൊടുത്തിട്ട് നമ്മൾ എഴുതണം. അപ്പം നമ്മളിതിൽ മെയിൻലി ഒരു ലോങ് എസ്സേ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ ഏകദേശം ഒരു 3 എസ്സേ വെച്ചിട്ട് ഒരു 38 മിനിറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തത്. പിന്നെ ഡെഫിനിഷൻ ഓറിയന്റഡ് ആണെങ്കിൽ ഒരു 40 to 45 മിനിറ്റ്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ഷോർട്ട് SN ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൻസേഴ്സ് ആണെങ്കിൽ ഷോർട്ട് നോട്ടിനാണെങ്കിൽ 25 to 30 മിനിറ്റ്സ് ആണ് നമ്മൾ എഴുതാൻ വേണ്ടി എടുക്കേണ്ടത്. അതൊന്നില്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ 5 മാർക്ക്, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ 10 മാർക്ക്, ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു 10 to 15 മിനിറ്റ്സ് ഒരു റിസർവ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സ്ട്രക്ചർ ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് ഫൈനലായിട്ട് എല്ലാം ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ടൈമും കൂടി റിസർവ് ചെയ്തിട്ടാണ് ബാക്കി ടൈം നമ്മൾ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്ത് ആൻസേഴ്സ് എഴുതേണ്ടത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള നമുക്ക് ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള അപ്പിയറൻസിന്റെ കൗണ്ട് നമ്മളോട് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. അതിന്റെ ഡെഫിനിഷൻ, കോമ്പോണൻസ്, ഇമ്പോർട്ടൻസ്, ഇക്വിലിബ്രിയം എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഏകദേശം 8 ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മണി മാർക്കറ്റ്, അതിന്റെ സ്ട്രക്ചർ, സബ് മാർക്കറ്റ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ്. അതും ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, അതിന്റെ നേച്ചർ, സ്കോപ്പ്, ടൈപ്പ്, കോമ്പോണൻസ് ഒക്കെയാണ് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഡ്രൈവേഴ്സ്, ബെനിഫിറ്റ്സ്, ഇനീഷ്യേറ്റീവ്സ്, ഇന്ത്യയിലെ ഇനീഷ്യേറ്റീവ്സ് കാര്യങ്ങളൊക്കെയാണ് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചർ, അതിൽ നമുക്കിപ്പം അതിന്റെ കീ പ്ലെയേഴ്സും അഗ്രികൾച്ചർ മാർക്കറ്റിംഗിന്റെ റോളും കാര്യങ്ങളൊക്കെയാണ് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ IMF എന്താണ്, അതിന്റെ ഫംഗ്ഷൻസ്, പോളിസീസ് ഒക്കെയാണ്, അതും ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ട്രേഡ് ഫിനാൻസിങ് അതിന്റെ പ്രിൻസിപ്പൽസ്, മീൻസും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഒരു 3ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻഫ്ലേഷനെ കുറിച്ചാണ്, അതിന്റെ ഡെഫിനിഷൻ, ടൈപ്പ്, കോസ് എന്താണ്, എഫക്ട്, അതും ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം വന്നിട്ടുണ്ട്. പിന്നെ ഫാം പോളിസീസ് ഇൻ ഇന്ത്യ, അതിന്റെ എവല്യൂഷൻ ആൻഡ് റീഫോം ആണ്. അത് 2020 കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. പിന്നെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991, അതിന്റെ ഫീച്ചേഴ്സും അനാലിസിസ് ഒക്കെയാണ്. അതൊരു 2 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നിട്ടുണ്ട്.
സോ ഇതിൽ നമ്മൾ മെയിൻലി ബ്ലോക്ക് 4 യൂണിറ്റ് 11 BOPയും അതേപോലെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 മണി മാർക്കറ്റും ബ്ലോക്ക് 1 യൂണിറ്റ് 1 ബിസിനസ് എൻവയോൺമെന്റ് പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 CSR ഇതെല്ലാം നമ്മൾ ആസ് പെർ ഒഫീഷ്യൽ സിലബസ് പ്രകാരമാണ് നമ്മളിത് മെയിൻലി എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കാം. ദാറ്റ് ഇസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 11 വരുന്നത്. അതിന്റെ ആവറേജ് മാർക്ക് 12.5 ആണ്. 8 ക്വസ്റ്റ്യൻ പേപ്പറിനോളം ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് എൻവയോൺമെന്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. 20 മാർക്കാണ് ആവറേജ്. അഞ്ചോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ആ ഒരു ടോപ്പിക് കണ്ടിട്ടുണ്ട്. പിന്നെ മണി മാർക്കറ്റ് സ്ട്രക്ചർ സബ് മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. 4 ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടുണ്ട്. 20 മാർക്സ് ആണ് ആവറേജ്. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 4ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. 12.5 ആണ് അതിന്റെ നമുക്ക് വരുന്ന ആവറേജ് മാർക്ക്. പിന്നെ അഗ്രികൾച്ചർ അതിന്റെ കീ പ്ലെയേഴ്സ് ആൻഡ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആണ്. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ്. 3ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. 20 മാർക്സ് ആണ് ആവറേജ്. പിന്നെ ട്രേഡ് ഫിനാൻസിങ് പ്രിൻസിപ്പൽ മീൻസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 3ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. നമുക്ക് 20 മാർക്സ് ആണ് ആവറേജ്. പിന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF അതിന്റെ ഫംഗ്ഷൻസും പോളിസീസും ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 10 ആണ്. 3ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് 15 ആണ്. ഇൻഫ്ലേഷൻ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്നത്. 3ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. 15 മാർക്സ് ആണ് ആവറേജ്. ഫാം പോളിസീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 7 അത് വരുന്നത്. അത് 2ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സ് ആണ് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്. ഇതിൽ 2ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. 20 മാർക്സ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഇതിനൊരു വിഷ്വലൈസേഷൻ പൈ ചാർട്ടിന്റെ വിഷ്വലൈസേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ഏകദേശം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊരു 58.7% കവർ ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതല്ലാതെയുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ബാക്കി ഒരു 41.3% ആണത് കവർ ആവുന്നത്. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ആണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ഇപ്പം BOP അല്ലെങ്കിൽ മണി മാർക്കറ്റ് അതിനെ കുറിച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ എഴുതുക. അതിനുശേഷം അതിന്റെ ഹെഡിങ്സിലേക്ക് മാറ്റുക, അതിന്റെ ആർഗ്യുമെന്റ്സ്, ഇപ്പൊ എക്സാമ്പിൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 5 മിനിറ്റ്സിൽ ഔട്ട്ലൈൻ ചെയ്തിട്ട് 12 to 14 മിനിറ്റ്സിൽ ഈ ഒരു എസ്സേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക 20 മാർക്കിന്റെ. പിന്നെ വരുന്നത് എക്സ്പ്ലോർഡ് മിഡ് വെയിറ്റ് ടോപ്പിക്സ് ആണ്. ഇപ്പൊ BOP CSR IMF പറയുകയാണെങ്കിൽ അതിലിപ്പം എസ്സേ, ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഏത് രീതിയിലും നമുക്ക് വരാം. അപ്പൊ അതെന്ത് എപ്പോഴും ഒരു കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ തന്നെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ബ്ലോക്ക് ടാർഗറ്റിംഗ് ആണ്. നമ്മൾ ബ്ലോക്ക് 4 നല്ലോണം പ്രയോറിറ്റൈസ് ചെയ്യുക. അതേപോലെ അതിൽ നമുക്ക് ബ്ലോക്ക് 4 BOP IMF ട്രേഡ് ഫിനാൻസിങ് കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബ്ലോക്ക് 2 മണി മാർക്കറ്റ് അഗ്രികൾച്ചർ NIP അതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബ്ലോക്ക് 1 ബിസിനസ് എൻവയോൺമെന്റ് ഇൻഫ്ലേഷൻ ഒക്കെയാണ്. അതേപോലെ നമുക്ക് അപ്പം ആ ഒരു ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുന്ന ടോപ്പിക്കൊക്കെ ഒരു 1-2 പ്രാവശ്യം നിങ്ങൾ ഒന്നുകൂടെ നന്നായി റിവൈസ് ചെയ്യുക. ഇനി നമ്മുടെ ഒരു പ്രോബബിലിറ്റി ബേസിസിൽ നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്കും അതിന്റെ പ്രോബബിലിറ്റിയും ആണ് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് 1 നമുക്ക് യൂണിറ്റ് 1 ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഒരു 62% പ്രോബബിലിറ്റി ആണ് വരുന്നത്. ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ യൂണിറ്റ് 4 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഒരു 50% ചാൻസ് ഉണ്ട് വരാൻ, മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ് ആണ്. അതും ഒരു 50% ആണ് ചാൻസ്, മീഡിയം കാറ്റഗറി ആണ്. പിന്നെ വീണ്ടും യൂണിറ്റ് 2 ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഫ്ലേഷൻ ആണ് ടോപ്പിക്. 37.5% പ്രോബിലിറ്റി, ലോ കാറ്റഗറി ആണ്. പിന്നെ യൂണിറ്റ് 10 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ അതിൽ IMF ആണ്. അത് 37.5% അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു ലോ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ യൂണിറ്റ് 3 സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഗൽ എൻവയോൺമെന്റ് ആണ്. അതിൽ ലീഗൽ എൻവയോൺമെന്റ് എന്ന രീതിയിലുള്ള ടോപ്പിക് 25% പ്രോബിലിറ്റി, ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി യൂണിറ്റ് 6 ഇൻഡസ്ട്രിയൽ പോളിസി ഫ്രെയിംവർക്ക് ആണ്. അതിൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ആണ്. 25% ആണ് അതിന്റെ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത്, ലോ കാറ്റഗറി ആണ്. യൂണിറ്റ് 7 അഗ്രി ബിസിനസ് എൻവയോൺമെന്റ് ആണ്. അതിൽ ഫാം പോളിസിയുടെ എവല്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. 25% പ്രോബിലിറ്റി, ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. യൂണിറ്റ് 9 ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസിക്കൽ സെക്ടർ റീഫോം. അതിൽ നമുക്ക് റീഫോംസ് ഫിനാൻഷ്യൽ സെക്ടർ ആണ്. 25% പ്രോബിലിറ്റി, ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്കാണ്. യൂണിറ്റ് 13 ട്രേഡ് ഫിനാൻസിങ് ആണ്. അതും ഒരു 25% പ്രോബിലിറ്റി, ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ് ബേസിക്സ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. ഒരു 12.5% അതിന്റെ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് വരാൻ ചാൻസ്, ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ യൂണിറ്റ് 2 നാഷണൽ ഇൻകം ആണ്. അതും 12.5
പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ഒരു ചാൻസ് ലോ കാറ്റഗറിയിൽ വരുന്നത്. ഇനി യൂണിറ്റ് 3 ഗവൺമെന്റ് ഫ്രെയിംവർക്ക് ഫോർ പ്രൊമോട്ടിംഗ് ബിസിനസ് ആണ് 12.5% ആണ് പ്രോബിലിറ്റി ലോ കാറ്റഗറിയിലാണ്. പിന്നെ യൂണിറ്റ് 3 സോഷ്യൽ എൻവിറോൺമെന്റും 12.5% ആണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് 4 ബിസിനസ് എത്തിക്സ് ഒരു 12.5% ലോ കാറ്റഗറി ആണ്. യൂണിറ്റ് 5 ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ 12.5% ലോ കാറ്റഗറി ആണ്. പിന്നെ അതിൽ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 12.5% ആണ് പ്രോബിലിറ്റി ലോ കാറ്റഗറി ആണ്. പിന്നെ യൂണിറ്റ് 5 സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് 12.5% ആണ് പ്രോബിലിറ്റി ലോ കാറ്റഗറി. പിന്നെ യൂണിറ്റ് 6 നമുക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ പോളിസീസ് ആണ്. അതിൽ 12.5% ആണ് വരാൻ ചാൻസ്, ഒരു ലോ കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ യൂണിറ്റ് 8 ന്യൂ ഇക്കണോമിക് പോളിസിയും അതേപോലെ യൂണിറ്റ് 9 ടാക്സ് റീഫോം 1991 ഇതേപോലെ 12.5% ആണ് പ്രോബിലിറ്റി ലോ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ ഈ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈ മീഡിയം ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ നമ്മൾ ഒരു 8 8 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഇപ്പൊ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കത് കാണാൻ പറ്റും. മണി മാർക്കറ്റ് ആണെങ്കിൽ നമുക്കൊരു 8 4 പേപ്പേഴ്സ് അത് കാണാം. ബിസിനസ് എൻവയോൺമെന്റ് ആണെങ്കിൽ ഒരു 8 4 പേപ്പേഴ്സ്. CSR ആണെങ്കിലും 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 4 എണ്ണത്തിൽ അത് കണ്ടിട്ടുണ്ട്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിൽ 8 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒരു 3 എണ്ണത്തിൽ ഈ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. IMF ആണെങ്കിലും ഒരു 8 പേപ്പർ എടുത്ത് 3 എണ്ണത്തിൽ വന്നിട്ടുണ്ട്. ട്രേഡ് ഫിനാൻസും അതേപോലെ ഇൻഫ്ലേഷനും ഒക്കെ ഈ ഒരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് BOP യൂണിറ്റ് 11 വരുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് ഡെഫിനിഷൻസ്, കോമ്പോണൻസ്, ഡ്രൈവേഴ്സ്, ഇക്വിലിബ്രിയം, ട്രെൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ ഔട്ട്ലൈൻ അതൊക്കെ വെച്ചിട്ടായിരിക്കും ആൻസർ ചെയ്യേണ്ടത്. പിന്നെ മണി മാർക്കറ്റും അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ CSR എന്നൊക്കെ ഉള്ളത് നമ്മൾ മെയിൻലി ഫ്ലാഷ് കാർഡ്സ്, അപ്പൊ അതിൽ നമുക്ക് അതിന്റെ സബ് മാർക്കറ്റ്സ്, ഇൻസ്ട്രുമെന്റ്സ്, കോമ്പോണൻസ്, ഇപ്പൊ CSRന്റെ ഡ്രൈവേഴ്സ്, ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ മീഡിയത്തിൽ വരികയാണെങ്കിൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ IMF, ട്രേഡ് ഫിനാൻസിങ്, ഇൻഫ്ലേഷൻ ഒക്കെയാണ്. അപ്പൊ അതിന് നമ്മളൊരു 100 വേർഡ്സിൽ വരുന്ന ഒരു എസ്സേ ആയിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. ഒരു 5 മിനിറ്റ്സ് ഔട്ട്ലൈൻ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് 12 to 14 മിനിറ്റ്സിൽ നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒരു ലോ കാറ്റഗറിയിൽ വരുമ്പോൾ NIP, ഫാം പോളിസി എവല്യൂഷൻ, ക്യാപിറ്റൽ ഓർ ബാങ്കിങ് സ്ട്രക്ചർ, ടെക് എൻവയോൺമെന്റ് അതൊക്കെയാണ് മെയിൻലി വരുന്നത്. അത് ഷോർട്ട് നോട്ട് ആ രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കാനുള്ള ചാൻസ്. സോ ഇനി നമ്മളൊരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ അതിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 20 മാർക്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതിൽ പറയുന്നുണ്ട് നോട്ടിൽ അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിൽ നിന്ന് 5 എണ്ണമാണ് എഴുതേണ്ടത്. എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ്. So first question, explain the architecture of the business environment and evaluate how shift in the macro environment reshape firm strategy, illustrated with two Indian sectoral context. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 20 മാർക്സ് ആണ്. ക്രിട്ടിക്കലി എക്സാമിൻ ദ ഇന്റർപ്ലേ എമംഗ് ബിസിനസ് എത്തിക്സ്, കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് CSR in Indian firms. Propose a compact CSR governance framework with measurable outcomes. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. 20 മാർക്സിന്. മാപ്പ് ദ ഇന്ത്യൻ മണി മാർക്കറ്റ്, അതിൻ്റെ സൈഡിൽ കുറച്ച് കീ സബ് മാർക്കറ്റ്സും പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ദ റോൾ ഓഫ് ഇന്റർമീഡിയറീസും എഴുതാൻ പറയുന്നുണ്ട്. ആൻഡ് അനലൈസ് ഹൗ മണി മാർക്കറ്റ് ഡൈനാമിക്സ് ട്രാൻസ്മിറ്റ് മോണിറ്ററി പോളിസി ടു ദ റിയൽ ഇക്കോണമി. ഈ ബ്ലോക്ക് 4 ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്. 20 മാർക്സ് ആണ്. ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ഇൻ ഇന്ത്യ ഫ്രം ദ pre-1991 regime to the new industrial policy 1991 and subsequent reforms. Assess consequences for competition, investment and technology. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 നിന്നാണ് വന്നിട്ടുള്ളത്. 20 മാർക്സ് ആണ്. ഇവാലുവേറ്റ് ദ മേജർ ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് fiscal sector reforms since 1991 across banking, capital market, insurance and taxation. Discuss a contribution to stability and inclusion. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 4 യൂണിറ്റ് 11 കൺസ്ട്രക്ട് എ സ്റ്റൈൽസ്ഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് കോമ്പോണന്റ്. അതിൽ ഡിസ്കസ് ഡിറ്റർമിനൻസ് ഓഫ് കറന്റ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മൂവ്മെന്റ്സ് ആൻഡ് പോളിസി ടൂൾസ് ഫോർ BOP അഡ്ജസ്റ്റ്മെന്റ്. ഇനി ബ്ലോക്ക് 4 നിന്ന് യൂണിറ്റ് 13 എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കമ്പയർ കീ സോഴ്സസ് ഓഫ് ഗ്ലോബൽ ഫിനാൻസിംഗ് ഫോർ ഫേംസ്, FDI, FPI, ECBs ആൻഡ് ട്രേഡ് ഫിനാൻസ് ഓൺ ഒബ്ജക്റ്റീവ്സ്, റിസ്ക് ആൻഡ് റെഗുലേറ്ററി കൺസിഡറേഷൻ. റെക്കമെൻഡ് an appropriate mix for a mind-sized exporter. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 4 ഏതെങ്കിലും ഒരു ദാറ്റ് ഇസ് 4 അതിലുള്ളത്. അപ്പം അതിൽ ഓൾ 4 എന്നാണ് പറയുന്നത്. അപ്പം അതിൽ A എന്ന് പറയുന്നത് BOP ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ്.
പിന്നെ ബി എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ദി മണി മാർക്കറ്റ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു മണി മാർക്കറ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. പിന്നെ ADR ആൻഡ് GDRനെ കുറിച്ച് അതിന്റെ പേർപ്പസ്, മെക്കാനിസം കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. പിന്നെ CSR ഡ്രൈവേഴ്സ് ആണ്, അത് ഇന്ത്യൻ കമ്പനീസിന്റെ CSR ഡ്രൈവേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ നാലും കമ്പൽസറി ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങളിപ്പം ഈ എക്സാമിന്റെ ഒരു ടൈം ആകുമ്പോൾ ഇപ്പം ഇതിൽ പറയുന്ന ടോപ്പിക്കുകളെല്ലാം ഏതെങ്കിലും പഠിക്കാത്തുണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യാം. അതേപോലെ ഇതിലുള്ള എല്ലാ ടോപ്പിക്സും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പിയർ ചെയ്യാൻ വേണ്ടി പോവുക. ആൻഡ് അതേപോലെ നമ്മൾ പറഞ്ഞ ടിപ്പ്, നമ്മൾ ആൻസേഴ്സ് ഔട്ട്ലൈൻ ചെയ്തതും ആൻസേഴ്സ് എഴുതുന്നതിന്റെ ടൈം മാനേജ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. സോ നല്ല രീതിയിൽ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ്, പ്രീവിയസ് PYQ അൾട്ടിമേറ്റ് അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.